നമസ്കാരം. സഭാതലത്തിൽ അട്ടഹാസങ്ങളും ആർത്തനാദങ്ങളും മുഴങ്ങി. ചില സ്ത്രീകളുടെ വിലാപം ഉയർന്നു കേട്ടു. അതിൽ ഒരുത്തിയുടെ തല ഒരുത്തൻ്റെ കക്ഷത്തിൽ ഞെരിഞ്ഞമരുന്നു. BJP കൗൺസിലർ ശബരിനാഥനെ തല്ലാൻ ശ്രമിക്കുന്നതും മറ്റൊരു വനിതാ കൗൺസിലറുടെ തലയിൽ അടികൊള്ളുന്നതുമൊക്കെ ഇപ്പോൾ വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ദുര്യോധനന്റെ ആജ്ഞ കേട്ട ദുശാസനൻ പാഞ്ചാലിയുടെ ഉടുപുടവ അഴിച്ചു പറിക്കും പോലെ ഒരുത്തൻ ഒരുത്തിയുടെ ചേല വലിച്ചഴിക്കുന്നു. ആനയും ഘടോൽക്കജനും ഒരുമിച്ച് ചിഹ്നം വിളിക്കുന്നു. ആൺതലകളും പെൺതലകളും കൂട്ടിമുട്ടുന്നു. ആരുടെയൊക്കെയോ വാരിയെല്ലുകൾ ചതയുന്ന ശബ്ദം. ഒരുത്തൻ കലിപൂണ്ട് ഒരുത്തിയുടെ മുടിയിൽ പിടിച്ചു വലിക്കുന്നു. ഭഗതത്തിനെ നേരിടുന്ന ഘടോൽക്കജനെ പോലെ വെറും കൈയുമായി ശബരിനാഥൻ എതിരാളിയുടെ മണിപൂരകത്തിന് പിടിക്കുന്നു. മറ്റൊരുത്തൻ ശബരിനാഥനെ കൈവീശി അട്ടിക്കുന്നു. മതഗജം പോലെ ഇരു കൈകൊണ്ടും ആക്രമിക്കുകയാണ് ശബരിനാഥൻ. ഇരുവശവും ഉഗ്രമായി പൊരുതി അടുക്കുന്നു. സ്ത്രീകളുടെ വിലാപങ്ങൾ ആരും കേൾക്കുന്നതായി ഭാവിക്കുന്നില്ല. ചമയങ്ങൾ അണിഞ്ഞു വന്ന സ്ത്രീകൾ കയ്യിൽ കിട്ടിയ ചൂടുവെള്ളമെടുത്ത് എതിരാളിക്ക് മേൽ തൂവുന്നു. വെട്ടിയെടുത്ത ആലംബുഷന്റെ തലയും തൂക്കിപ്പിടിച്ച് ഘടോൽക്കജൻ അർജുനന് കൊടുക്കാൻ പോകുന്നത് പോലെ തട്ടിയെടുത്ത ഹാജർ ബുക്കുമായി ഒരു സംഘി കടക്കാൻ ശ്രമിക്കുന്നു. യുദ്ധം നിർത്തുന്ന ഭേരീനാഥം മുഴക്കാൻ ആരുമില്ല. യുദ്ധഭൂമിയിൽ വീണുകിടക്കുന്നവർ തൊള്ളി വെള്ളം കുടിക്കാൻ ഞരങ്ങുകയാണ്. പരിക്കേറ്റ് പിടയുന്നവരെയും കൊണ്ട് ആശുപത്രിയിലേക്ക് വാഹനങ്ങൾ ചീറിപ്പായുന്നു. കൈയൊടിഞ്ഞവർ, കാലൊടിഞ്ഞവർ, വാരിയെല്ലുകൾ ചതഞ്ഞവർ, കഴുത്തൊടിഞ്ഞു തൂങ്ങിയവർ, പാദങ്ങൾ തിരിഞ്ഞു പോയവർ, തലപൊട്ടി കഴുത്തൊടിഞ്ഞു തൂങ്ങിയവർ. ആപത്ത് മനസ്സിലാക്കി ബുദ്ധിപൂർവ്വം കൈനിലയിലേക്ക് മടങ്ങിയ മേയർ ഇന്നലെ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പെണ്ണ് പെണ്ണിനോടും ആണിനോടും എന്ന യുദ്ധനീതിയെല്ലാം മറന്നുപോയിരിക്കുന്നു. ആഹാ, എത്ര മനോഹരമായ രംഗങ്ങൾ! ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം കാണണമെങ്കിൽ വരൂ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക്.